തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റിനെയും ഭരണസമിതിയെയും തീരുമാനിച്ചുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ഉടൻ പ്രഖ്യാപനം നടത്തും. പി.എസ്. പ്രശാന്തിന്റെ പ്രവർത്തനം മികച്ചതായിരുന്നുവെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. മാറ്റിയാണ് ഇല്ല, അത് പയ്യെ പറയാം. അതിപ്പോ തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനിച്ചു. അത് ഗവൺമെന്റല്ലേ തീരുമാനിച്ച് പറയേണ്ടത്, ഞങ്ങളല്ലോ. വേണ്ട അങ്ങനെ അവരുണ്ട്, കേൾക്കണ്ട. നിങ്ങൾ പലരും എഴുതിയിട്ടുണ്ടല്ലോ പേര്, ഒരുപാട് പേര്. നിങ്ങളെല്ലാം ആ പേരൊന്നുമില്ല, ഇല്ല, പുതിയ ആളാണ്. വിജയൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജയൻ, ഈ സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദേവസ്വം ബോർഡുകളും ഇപ്പോഴുള്ള ദേവസ്വം ബോർഡും ഒക്കെ വലിയ ചോദ്യം ചെയ്യലിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ സിപിഎം സെക്രട്ടറി എന്താണ് പറഞ്ഞത്? പുതിയ ഭരണസമിതി വരുമെന്നാണോ? അമൃത, ഈ മാസം 13-നാണ് പി.എസ്. പ്രശാന്തിൻ്റെതടക്കമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെയും കാലാവധി അവസാനിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഇപ്പോഴുള്ള ഭരണസമിതിക്ക് തന്നെ കാലാവധി നീട്ടി നൽകും എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അത്തരമൊരു ആലോചന CPM നടത്തുകയും ചെയ്തു. പക്ഷേ അത് വേണ്ടെന്ന തീരുമാനത്തിലേക്ക് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. നിലവിൽ എന്തായാലും പി.എസ്. പ്രശാന്ത് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിനെ മാറ്റാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. 16-ന് അധികാരമേൽക്കുന്ന നിലയിലാണ് നിലവിൽ തീരുമാനമെടുത്തുള്ളത്. CPM ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അതിൽ ആരാണ് പ്രസിഡന്റ് എന്ന കാര്യത്തിലും ഇതുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് മുഖ്യമന്ത്രി എത്തിയ ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. അക്കാര്യം തന്നെയാണ് എം.വി. ഗോവിന്ദനും വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഈ ചർച്ചയിൽ ഉണ്ടായിരുന്ന പേരുകൾ, അതായത് ഈ പല രാഷ്ട്രീയ നേതാക്കളുടെയും CPM നേതാക്കളുടെയും ഒക്കെ പേരുകളായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ആ പേരുകൾ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനെ തന്നെ നിയമിക്കാനുള്ളൊരു തീരുമാനത്തിലേക്കാണ്, എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ പേര് എന്തായാലും ഇപ്പോൾ CPM പുറത്തുവിട്ടിട്ടില്ല. മുഖ്യമന്ത്രി എത്തിയ ശേഷമായിരിക്കും പുറത്തുവിടുക. ആ തീരുമാനത്തിലേക്ക് നേരത്തെ തന്നെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ നേതാക്കൾ, ഒപ്പം തന്നെ CPM നേതാക്കൾ ഒക്കെ ഈ ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കൈയാളുന്നതാണ് ഇത്തരത്തിലുള്ള അഴിമതിക്കും ഒപ്പം തന്നെ മറ്റു തരത്തിലുള്ള വിവാദങ്ങൾക്കുമൊക്കെ കാരണമാകുന്നത് എന്ന ചർച്ചകൾ ഉയർന്നിരുന്നു. അത് പരിഹരിക്കാനുള്ള തരത്തിൽ ഒരു പേരിലേക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പേര് അല്പസമയത്തിനകം ചിലപ്പോൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പി.എസ്. പ്രശാന്തിനെ മാറ്റിയിരിക്കുന്നു. പി.എസ്. പ്രശാന്തിന്റെ പ്രവർത്തനം മികച്ചതാണ് എന്ന് എം.വി. ഗോവിന്ദൻ വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റുന്നത്. തുടർന്ന് രണ്ടാമതും തുടരാനുള്ള ഒരു നിയമം അത് അനുശാസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പി.എസ്. പ്രശാന്തിന്റെ കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റുന്നു. പുതിയ ദേവസ്വം ബോർഡ് എന്തായാലും 16-ാം തീയതിയാണ് അധികാരമേൽക്കുക എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. 2 ദിവസത്തിനകം തന്നെ അറിയാൻ കഴിയും എന്ന കാര്യവും എം.വി. ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ്.